ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, അമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിരാൻ വെക്കണം. കുതിരാൻ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം വാർന്ന് പോകാനായിട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് എള്ളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? എള്ളുണ്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ 4 ഗ്ലാസ് അരിക്ക് 1/2 കിലോ എള്ളാണ് കേട്ടോ എടുത്തത്. അത് എള്ളെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മളിവിടെ വിറകടുപ്പിൽ ഉരുളിയിലാണ് കേട്ടോ വെച്ചത്. വറുത്തെടുത്ത എള്ള് നമ്മൾ നനവില്ലാത്തൊരു പ്രതലത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ പേപ്പറിലേക്കാണ് ഇട്ടത്. അപ്പോൾ ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മളെടുത്ത 4 ഗ്ലാസ് അരി വെള്ളം വാർന്നു പോയതിന് ശേഷം നമ്മൾ അതും വറക്കണം കേട്ടോ. അതും നമ്മൾ ഉരുളിയിലേക്ക് തന്നെ ഇട്ടു വറുത്തെടുക്കുകയാണ് കേട്ടോ. വെള്ളം ശർക്കരയും മേടിക്കാൻ പോയപ്പോൾ ചേച്ചി കുറച്ച് ചെറുപ്പനം മേടിച്ചുകൊണ്ടിരിക്കുന്നു, തേനിലിട്ടതില്ല. അത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, ചേച്ചിക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ സാധനം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതൊക്കെ തിന്നായിരുന്നേ. ഇത് ഞങ്ങളുടെ ഒരു ആൻറ്റിയാണ് കേട്ടോ കൂടെ ഉള്ളത്. അപ്പോൾ ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത്. നമ്മൾ അരിയും ഇതുപോലെ തന്നെ വറുത്തതിന് ശേഷം ഒരു പേപ്പറിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ശർക്കര എടുത്തിട്ട് 1 കിലോ ശർക്കരയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് അരിക്ക് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ശർക്കര പാനിയാക്കി എടുക്കണം കേട്ടോ. ശർക്കര ഉരുകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് ഫുള്ളായിട്ട് ഉരുകണ വരെ നമ്മളത് കുറേശ്ശെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉരുകി നന്നായിട്ട് വെള്ളമായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് തേങ്ങയാണ് കേട്ടോ. നമ്മൾ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എള്ളിൻ്റെയും അരിയുടെയും വറവൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പാകത്തിനുള്ളതാണെന്ന്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം എള്ളും അരിയും നന്നായിട്ട് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനിയും റെഡിയാവും, അതുപോലെ തന്നെ തേങ്ങ ചിരകിയതും റെഡിയാവും. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയതും വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ഒന്ന് ഒതുക്കിയെടുക്കുക, അല്ലാതെ ഒരുപാട് അരച്ചൊന്നും എടുക്കണ്ട. അതിൻ്റെ പാലൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം തേങ്ങ. ഇതേ നമ്മുടെ ശർക്കരപ്പാനി റെഡിയായിട്ടോ. ഇത്രയും ഇതുപോലെ ആവണം കേട്ടോ. നന്നായിട്ട് കുറുകി നന്നായിട്ട് അതിലെ ശർക്കര മുഴുവനും ഉരുകിയതിന് ശേഷം നമ്മൾ ഇത് ഓഫ് ചെയ്യാവും. ഇത്തിരി ചൂട് വേണമല്ലോ. എള്ള് ചൂടാറിയതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഈ ഒരു പരിവാവുന്നവരോ ഒരുപാട് കൃഷി ചെയ്യണ്ട, അത്യാവശ്യം അതൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ എള്ള് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ അരി ഒരു സെറ്റ് വറുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സെറ്റും കൂടെ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വറുത്ത് വെച്ച അരി ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതും ഇതുപോലെ തന്നെ പൊടിച്ച് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒരുമിച്ചിട്ടു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി ചേർക്കാനുള്ളത് കശുവണ്ടിയും ബദാമുമാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് അത് വറക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നേരം വറുത്തതിന് ശേഷം നമുക്ക് അതും കൂടി ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതും ഒരു ചൂടാവും. അപ്പോൾ അതുപോലെ നമുക്ക് അതും പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പൊടിച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ തേങ്ങാമുറിയും ഒന്ന് ഒതുക്കിയെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ഈ അരിയും കൂടെ നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ ഇതും വറുത്തെടുത്ത് ചൂടാറാനായിട്ട് വെച്ചു. അങ്ങനെ അതും ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതെല്ലാം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. തേങ്ങ ഒതുക്കിയതും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിൽ കട്ടയും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ടിത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അമ്മിച്ചയാണ് കേട്ടോ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി അത് ചൂടോടുകൂടി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടാക്കി ഒന്ന്
കൂടെ ചൂടാക്കിയിട്ട് നമ്മൾ അരിപ്പ ഒഴിച്ച് അതിൽ കരടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ അരിപ്പ വെച്ച് അതിലേക്ക് ഊറ്റി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ശർക്കരപ്പാനിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ നല്ല ചൂടിൽ ഇനി ആ ചൂടോടുകൂടി ഇത് ഇളക്കിയെടുക്കണം. വീണ്ടും ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ശർക്കരപ്പാനി എല്ലായിടത്തും എത്തണം, എന്നാലാണ് മധുരം ഉണ്ടാവുള്ളൂല്ലോ. അപ്പോൾ നമ്മൾ ശർക്കര എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് മുൻപ് ഉണ്ടാക്കിയപ്പോൾ ചേച്ചി തിന്നിട്ടുണ്ട് കേട്ടോ. അതാരണം കൊണ്ട് ചേച്ചിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടിൽ നമ്മളത് ചട്ടകം വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് മിക്സ് ചെയ്തത്. അതങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ആയതിനു ശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ട് അതിനെ പൊടികളും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് വീണ്ടും അതിനെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര നീര് അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഉരുളയായിട്ട് പിടിക്കുന്നത്. ആൻറ്റിയും ചേച്ചിയും അമ്മച്ചിയും കൂടിയാണ് കേട്ടോ ഉരുളകളിങ്ങനെ ഉരുളയാക്കി പിടിച്ചത്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഉരുള മാറ്റി വെച്ചു. ചേച്ചി പറയുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ കൂടിയും ടേസ്റ്റ് എന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. ഞാൻ ചൂടോട് കൂടി തന്നെ ഉണ്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാനായിട്ട് വെച്ചു. അപ്പോൾ പിന്നെ കഴിക്കാനായിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പാത്രത്തിലാക്കി ഫുള്ള് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ വൈകിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കഴിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കഴിച്ചത്. അപ്പോഴാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എള്ളുണ്ടയുടെ പുറത്ത് എള്ള് വറുത്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അത് തിന്നുമ്പോൾ അത് എള്ളിൻ്റെ ടേസ്റ്റാണ് മുൻപിൽ നിൽക്കുക. പക്ഷെ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയത് ഞാൻ കഴിച്ചപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എള്ള് നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. പക്ഷെ എള്ളിൻ്റെ ടേസ്റ്റ് അറിയുന്നത് നമ്മൾ തിന്നുമ്പോഴാണ് കേട്ടോ. നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.